എല്ലാവർക്കും മച്ചകല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിതൊരു മാഞ്ചോ സൂപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്ത ജിഞ്ചറാണ് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഗാർലിക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വെജിറ്റബിൾസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത്. ഇത് മല്ലി ഇലയുടെ തണ്ടാണ്, നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത് ഇത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രഞ്ച് ബീൻസ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഫ്ലെയിം ഫുള്ളിൽ വെച്ച് വേണം നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ക്യാബേജാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് മഷ്റൂം പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഒനിയനാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പൊടിയായി അരിഞ്ഞ് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പൊടിയായി അരിഞ്ഞ വെജിറ്റബിൾസ് ഏറ്റവും പൊടിയായി അരിയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളവും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2.5 കപ്പ് തിളപ്പിച്ച വെള്ളമാണ്, 2.5 കപ്പ് ബോയിൽഡ് വാട്ടർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്ക് വേണ്ടി നമ്മളിതിലേക്ക് വിനിഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോയ സോസ് ആണ് 1 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡാർക്ക് കളർ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കളർ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി സോസ് 1 ടേബിൾ സ്പൂണാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത്. ചില്ലി സോസ് കയ്യിലില്ലാത്തവർക്ക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തണുപ്പ് കാലത്ത് കുടിക്കാൻ നല്ല ഒരു സൂപ്പാണ്. എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ഇനി നമ്മളിതിലേക്ക് പെപ്പർ പൗഡറാണ് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പെപ്പർ അലർജി ഉള്ളവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് തിക്നെസ് എത്രയും ആവശ്യമുണ്ടോ അത്രയും നമുക്കത് ഒഴിച്ചു കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. സൂപ്പാണ്, ഒരുപാട് തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. ഗ്രേവി ആണെങ്കിൽ നമുക്ക് തിക്നെസ് കൂടുതൽ ആവശ്യമുള്ളൂ. നമ്മളൊരു 2 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ കലക്കി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് അന്നേരം അപ്പോൾ തന്നെ അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ ഇത് കട്ട കെട്ടി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ബാക്കിയുള്ളതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറും ഒക്കെ ഒന്ന് സെറ്റായി വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇപ്പം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. സോസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലാസ്റ്റ് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. തണുപ്പ് കാലത്ത് നമുക്ക് ഇങ്ങനെ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഈവനിങ്ങിൽ ചായ ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം കുട്ടികൾക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ ഹെൽത്തിയാണ്. വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാം.
നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി പൊടിയായി അരിഞ്ഞ സ്പ്രിംഗ് ഒനിയനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡ് ന്യൂഡിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി. വളരെ ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ വളരെ നല്ലതാണ്. ഒരു ടേസ്റ്റോടെ കുടിച്ചോളും. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഈസിയാണ്, ഹെൽത്തിയുമാണ്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.